മെറ്റ ആഡ്സിൻ്റെ 9th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ പറഞ്ഞ എപ്പിസോഡ്സിൽ സംസാരിച്ചിരുന്നത് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്രോസസ്സ്, ക്യാമ്പയിൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ആഡ് സെറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റീവ് ആഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൽ ലീഡ് ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു, മീൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിലെന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് നമുക്ക് ഈ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് കൺവേർഷൻ ക്യാമ്പയിൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ. ഇനി രണ്ടാമത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൺവേർഷൻ ക്യാമ്പയിൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡ്സിൽ സംസാരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ നമ്മൾ കൺവേർഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതായത് കൺവേർഷൻ എന്താണ്, അതുപോലെ തന്നെ കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതെന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. കാരണം കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ നമ്മൾ പരിചയപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൺവേർഷൻ ട്രാക്കിംഗ് സിസ്റ്റംസ് ഏതൊക്കെയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ കൺവേർഷൻ ട്രാക്കിംഗ് എന്ന പ്രോസസ്സ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ കൺവേർഷൻ എന്ന് പറയുന്ന ആ ടെർമിനോളജി നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മൾ ഈ ഒരു ആഡ് റൺ ചെയ്യുന്നതിലൂടെ എന്താണ് ഒരു പർപ്പസ് നമ്മൾ ആഗ്രഹിക്കുന്നത്, മീൻസ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മെറ്റ ആഡ് റൺ ചെയ്യുന്നത്, ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്, ആ പേർപ്പസ് ഫുൾഫില്ല് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവേർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ സംസാരിച്ചിരുന്നത് ലീഡ് ക്യാമ്പയിൻ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, മീൻസ് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മുടെ ക്ലയൻറ്റിൻ്റെ അവിടുത്തെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ഈ ഒരു ക്യാമ്പയിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലീഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു 1000 ലീഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്തു, ആ ആഡ് റൺ ചെയ്തു, നമ്മളൊരു ക്രിയേറ്റീവ് ആഡ് നമ്മൾ എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തു. ഇതിലൂടെ ആളുകൾ ഈ ആഡ് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ഒരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോം അവർ ഫിൽ ചെയ്ത് അവരുടെ ഡാറ്റ, അതായത് ലീഡ് നമ്മൾക്ക് കിട്ടി. ഇപ്പം ഒരു 1000 നമ്മൾ ടാർഗറ്റ് വെച്ചു. ആ 1000 പീപ്പിൾ അല്ലെങ്കിൽ ഒരു 10,000 പീപ്പിൾ ആ ആഡ് കണ്ടു. അതിൽ 1000 പീപ്പിൾ അത് ക്ലിക്ക് ചെയ്ത് അതിൽ കയറി ആ ഫോം ഫില്ല് ചെയ്തു, അവരുടെ ഡാറ്റ സബ്മിറ്റ് ചെയ്തു. നമുക്ക് 1000 പീപ്പിളുടെ ഡാറ്റ കിട്ടി. സോ ഈ ഒരു ലീഡ് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ക്ലിക്ക് ചെയ്ത ആളുകളാണ് ആക്ച്വലി ലീഡ്. ആ ലീഡ് അവരെന്ത് ചെയ്യാണ്, നമ്മളിലേക്ക് എത്തുകയാണ്. കറക്റ്റ്ലി അവരുടെ ആ 1000 പീപ്പിൾസിൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിലെത്തുമ്പോൾ അതെന്തായി, കൺവേർട്ടഡ് ആയി. മീൻസ് നമ്മുടെ ആ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു പേർപ്പസ് അവിടെ ഫുൾഫില്ലായി. സോ അതെന്ത് ചെയ്തു, നമുക്ക് കൺവേർഷനായിട്ട് ഇവിടെ കിട്ടി. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു പേർപ്പസ്, ഒരു ക്ലയൻറ്റിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം നമുക്ക് നെറ്റ്ഫ്ലിക്സ് തന്നെ എടുക്കാം. ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു പേർപ്പസ്, ഇവർ റൺ ചെയ്യുന്ന ആ ക്യാമ്പയിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്, ആളുകൾ ആഡ് കണ്ടു, അവർ വെബ്സൈറ്റിൽ കയറി, നെറ്റ്ഫ്ലിക്സിൻ്റെ വെബ്സൈറ്റിൽ കയറി പെർട്ടിക്കുലർ മന്തിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്, അവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പേർപ്പസ്. സോ ആളുകൾ ആഡ് കണ്ടു, ആ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോയി, അതിൽ എന്നിട്ട് അവർ പെർട്ടിക്കുലർ മന്തിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എടുത്തു. ഈ ഒരു സമയത്താണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവരുടെ പർപ്പസ്, ആ ക്യാമ്പയിൻ്റെ പർപ്പസ് ഫുൾഫിൽ ആവുന്നത്. സോ അവിടെയും എന്ത് ചെയ്യുന്നത്, സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്താണ് ഒരു കൺവേർഷൻ നടക്കുന്നത്. സോ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു, കൺവേർഷൻ എന്ന് പറയുന്നു. സോ ആ ടേം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി കൺവേർഷൻ ട്രാക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ, ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു ഏരിയ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലീഡ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഏരിയ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് നമുക്ക് കിട്ടുക, നമ്മൾ ബേസിക്കലി ലീഡ്സ് ആളുകൾ സബ്മിറ്റ് ചെയ്തു, മീൻസ് ഒരു ക്യാമ്പയിൻ കണ്ടിട്ട് ആളുകൾ ലീഡ് ഫോം ഫില്ല് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. ആ സബ്മിറ്റ് ചെയ്ത ഡാറ്റാസ് എന്ത് ചെയ്യാണ്, ഈ സെൻറ്ററിൽ നമുക്ക് അവൈലബിൾ ആവും. പെർട്ടിക്കുലർ ക്യാമ്പയിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഫിൽറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്യാമ്പയിനാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഡാറ്റാസ് അവൈലബിൾ ആണ്. ഇതിന് പുറമെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഫോം ക്രിയേറ്റ് ചെയ്തത് ആക്ച്വലി എവിടെയാണ്, ഫേസ്ബുക്കിൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് വേറൊരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഡയറക്റ്റ്ലി വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോള് വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ബേസിക്കലി നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ വെബ്സൈറ്റ് ആണെന്ന് കരുതുക, നമ്മുടെ ഒരുപാട് പ്രോഡക്ട്സ് സെല് ചെയ്യുന്ന വെബ്സൈറ്റാണ്. നമ്മൾ ബേബി ഒരു ആമസോണൊക്കെയാണെന്ന് നമുക്ക് പറയാം. ആമസോൺ പേജിലേക്ക് അല്ലെങ്കിൽ ആമസോൺ വെബ്സൈറ്റിലേക്ക് ആളുകൾ നമ്മളെ ആഡ് കണ്ടിട്ട് റീഡയറക്റ്റ് ആയിട്ട് പോയി അവിടെ ചെന്ന് എത്ര പേര് ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ആ പർച്ചേസ് ചെയ്യാനുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ അവർക്കില്ലാത്തത് കാരണം അവരെന്ത് ചെയ്തു, കാർട്ടിലേക്ക് അവരെന്ത് ചെയ്ത് ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടു. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊന്നും ആക്ച്വലി ആര് അറിയുന്നില്ല ഡയറക്റ്റ്ലി. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അറിയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എത്രത്തോളം നടന്നിട്ടുണ്ട്, ഈ ഒരു ആഡ് വഴി എത്രത്തോളം ആളുകൾ ഒരു കൺവേർഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബേസിക്കലി. ബിക്കോസ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് പ്രോസസ്സ് മീൻസ് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഡാറ്റ എന്ന് പറയുന്ന കാര്യം, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഈ ക്ലയൻറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത് ഫേസ്ബുക്കിന് ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യമാണ്. സോ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, ഫേസ്ബുക്ക് ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് മീൻസ് ഈ ഒരു കൺവേർഷൻ കംപ്ലീറ്റ് ട്രാക്ക് ചെയ്യുന്ന പ്രോസസ്സാണെന്ത് കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് എന്തായാലും ഫേസ്ബുക്കിന് ഒരു ലിമിറ്റ് ഉണ്ട്. സോ അത്തരം കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് അതിനൊരു ആക്സസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല സിസ്റ്റങ്ങൾ, കൺവേർഷൻ ട്രാക്കിംഗ് സിസ്റ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊരു എക്സാമ്പിളാണ് പിക്സൽ എന്ന് പറയുന്നത്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിനെ പറ്റി, അല്ലെങ്കിൽ മീൻസ് ആ സിസ്റ്റത്തിനെ പറ്റിയിട്ടും നമ്മളിനി പറയാൻ പോകുന്നത്. സോ വാട്ട് ഈസ് പിക്സൽ? പിക്സൽ എന്ന് പറയുന്നത് 2-3 ലൈനായിട്ടുള്ള ഒരു കോഡാണ്. നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തുള്ള ഒരു സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ് ഒക്കെ പോലെയുള്ള ഒരു സ്ക്രിപ്റ്റാണ് ആക്ച്വലി ഈ പിക്സൽ എന്ന് പറയുന്നത്. ഇത് ഈ ഫേസ്ബുക്കിന് പുറത്ത് നമ്മൾ വെബ്സൈറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് നടക്കുന്ന കംപ്ലീറ്റ് ഇവൻറ്റ്സിനെ, A to Z ഇവൻറ്റ്സ്, അതായത് നമ്മൾ ആഡ് വഴി റീഡയറക്റ്റ് ആയിട്ട് പോകുന്ന ക്ലയൻസിൻ്റെ നമ്മുടെ വെബ്സൈറ്റിലുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ട്രാക്ക് ചെയ്തിട്ട് മെറ്റയിലേക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് പിക്സൽ എന്ന് പറയുന്നത്. ഈ കോഡ് റൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇവൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അതായത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അവർ കാർട്ടിൽ ആഡ് ചെയ്തിടുന്നു, വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് അവർ സെർച്ച് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏതെങ്കിലും ബ്രോഷേഴ്സ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലീഡ് ഫോംസ് ഫില്ല് ചെയ്യുന്നു, അത് സബ്മിറ്റ് ചെയ്യുന്നു, വെബ്സൈറ്റ് ത്രൂ സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് വരേണ്ടത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു കോഡ് ട്രാക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആ ഇൻഫോർമേഷൻ എവിടെ കൊടുക്കുന്നു, മെറ്റയിലേക്ക് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പിക്സൽ എന്ന് പറയുന്നത്. ഈ വരുന്ന കാര്യങ്ങൾ മീൻസ് ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മാക്സിമം സിമ്പിൾ ആക്കിയിട്ടാണ് പറയാൻ ശ്രദ്ധിക്കുന്നത്. കാരണം ടേംസ് കേൾക്കുന്ന സമയത്ത് മേ ബി ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നാം. കാരണം കോഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ആക്ച്വലി ഒരു ബേസിക് കോഡിംഗ് പ്രോഗ്രാംസ് പഠിക്കേണ്ട ഒരു ആവശ്യം ഇതിനില്ല. ഒരു ലാംഗ്വേജ് മീൻസ് കോഡിംഗ് ലാംഗ്വേജ് അറിയേണ്ട ഒരു ആവശ്യം ഈ ഒരു സിസ്റ്റത്തിന് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കോഡ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ കോഡ് ആക്ച്വലി ഫേസ്ബുക്ക് മാനേജറിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് അതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് അത് ഒരു പെർട്ടിക്കുലർ സ്പേസിൽ പേസ്റ്റ് ചെയ്യുക, ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. ഇപ്പോൾ ഇതിനി മെറ്റ ആഡ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്നതാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്കിത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണ് കോപ്പി ചെയ്യുന്നത് മീൻസ് പേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫേസ്ബുക്ക് മാനേജറിൽ നിന്ന് എടുത്തിട്ട് മീൻസ് ബിസിനസ് മാനേജറിൽ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ കോഡ് ഓൾറെഡി അതിൽ സെറ്റാണ്. സോ ആ ഒരു കാര്യം നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇനി വെബ്സൈറ്റ് ഏത് പേജ് മീൻസ് ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേർഡ് പ്രസ്സിലൊക്കെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോംസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യാറുണ്ട്. സോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് അതിൻ്റെ ആ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ ആ വെബ്സൈറ്റിൻ്റെ ഈച്ച് പേജിൽ നമ്മൾ എന്ത് ചെയ്യണം, മീൻസ് ആ വെബ് പേജിൻ്റെ ആ ഒരു ബാക്ക് എൻഡ് ഏരിയയിൽ നമ്മൾ ഈ കോഡ് പേസ്റ്റ് ചെയ്യും. ഇതാണ് പ്രോസസ്സ്. വെരി സിമ്പിൾ. ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ്ലി അതിൽ വരുന്ന സ്റ്റെപ്പ്, ജനറേറ്റ് ദ കോഡ് ഇൻ ബിസിനസ് മാനേജർ. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോഡ്
പിക്സലിന് വേണ്ടിയിട്ടുള്ള ഈ കോഡ് നമ്മൾ ബിസിനസ് മാനേജറിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് പ്ലേസ് ഇറ്റ് ഇൻ ദ വെബ്സൈറ്റ്സ് ബാക്ക് എൻഡ് ഏരിയ. അതായത് ഏത് വെബ്സൈറ്റിന് വേണ്ടിയിട്ടാണോ നമ്മളിത് ചെയ്യുന്നത് ആ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ് ഏരിയയിൽ നമ്മളിത് എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേർഡ് പ്രസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അതിൻ്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിലായിരിക്കാം. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഗർ ദ ഇവൻറ്റ്. എന്ത് ഇവൻറ്റ്സ്, ഏതൊക്കെ ഇവൻറ്റ്സ് ആണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അത് നമുക്ക് പറയാം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എത്ര പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രോഷർ എത്ര പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാം. ആ ഒരു കോൺഫിഗറേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താണ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്താണെന്നുണ്ടെങ്കിൽ ആ കോൺഫിഗറേഷൻ നമ്മളതിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു, നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടു, നമ്മുടെ എന്താണ് പറയുക, ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഇൻഫോർമേഷൻ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന, നമ്മളെ ആഡുമായിട്ട് അല്ലെങ്കിൽ ഈ ക്യാമ്പയിനുമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും കോൺഫിഗറേഷൻ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഫൈനലി ടെസ്റ്റ്. അതായത് ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഡാറ്റ കംപ്ലീറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നു, ആ ഒരു ക്യാമ്പയിൻ്റെ കംപ്ലീറ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി എന്ത് കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവാം, നമുക്കൊരു കോഡിംഗ് ലാംഗ്വേജ് ഇതിന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അതിൻ്റെ നോളജ് വേണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഓഫ് കോഴ്സ് നോട്ട്, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് കോഡിങ്ങിൻ്റെ ലാംഗ്വേജ് അറിയാം, ആ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ്. ഇനി അതില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ഓക്കെയാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാം. ദെൻ മറ്റൊരു കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമുള്ളത് നമ്മൾ ആ വെബ്സൈറ്റിലേക്കുള്ള ആക്സസ് നമ്മൾ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു വെബ്സൈറ്റിലേക്കുള്ള ആക്സസ് ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി അത് ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻ കേസ് ചില ക്ലയൻസ് അവരുടെ ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കോഡ് എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പേജിൻ്റെ ഡെവലപ്പർ ആരാണോ, അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റിൻ്റെ വെബ് ഡെവലപ്പർ ആരാണോ അവർക്കിത് ഫോർവേഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസിക്കലി ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. മേ ബി ഈ ടേംസ് കേട്ടിട്ട് ഒരിക്കലും കൺഫ്യൂഷൻ ആവേണ്ട യാതൊരു ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒരു വീഡിയോ കാണുക, എന്നിട്ട് കൺഫ്യൂഷൻ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. സോ ഇനി ബാക്കി പ്രോസസ്സ് എന്തൊക്കെയാണ്, ഈ ഒരു കൺവേർഷൻ ജനറേഷൻ്റെ മീൻസ് കൺവേർഷൻ ക്യാമ്പയിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ അതുവരെ ബൈ ബൈ.